ബാലഗോപാലാണ് നമ്മോടൊപ്പം ഉള്ളത്. മിനിസ്റ്റർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കലോത്സവത്തിന് നമ്മളിവിടെ സാക്ഷിയാവുകയാണ് കൊല്ലത്ത്. ഈ ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്തേക്ക് ഈ കലോത്സവം എത്തുമ്പോൾ എങ്ങനെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമത്സരം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പരിപാടി ഇത് തന്നെയാണ്. ഇത്രയും നന്നായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിജയം. ഇത്രയേറെ ഐറ്റങ്ങൾ, 24 വേദികൾ, അവിടെ മനുഷ്യ സഹജമായ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും വലിയ പരാതികളില്ലാതെ എല്ലാം നടത്തി തീർക്കൽ, അതൊക്കെ ഏറ്റവും നന്നായി നടത്താൻ പറ്റുന്നു. അത് ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ്. ഓരോ ഇൻഡിവിജ്വലുമാണ് മത്സരിക്കുന്നത്, പക്ഷേ മുഴുവൻ ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ഇത് വിജയിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പറയായിരുന്നേ, ഈ സംഘാടനമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു ആൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തം പോകത്തില്ലേ? പക്ഷെ അവരെല്ലാവരും കൂട്ടി നിർത്താൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മികവെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ സംഘാടന മികവൊക്കെ അത് കൃത്യമായ രീതിയിൽ ഇതിൽ പ്രയോജനപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും ഈ സംഘാടകർ നിലയിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് ഈ കാര്യത്തിനകത്ത്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രവർത്തനമുണ്ട്. മന്ത്രി നേരിട്ട് വന്ന് അതിൻ്റെ നേതൃത്വം കൊടുക്കുകയാണ് ഇവിടെ. മന്ത്രിയും വകുപ്പും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെ വിവിധ പ്രവർത്തകർ, പല സംഘടനകളുണ്ട്, അവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. നാട്ടിലെ കുടുംബശ്രീയും പഞ്ചായത്തിലെ പ്രവർത്തകരും കോർപ്പറേഷനും കൗൺസിലറും മേയറും എല്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം ഈ പ്രവർത്തനത്തിലുണ്ട്. ഉദ്യോഗസ്ഥന്മാരാകെയുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ കളക്റ്റീവായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു വലിയ ചടങ്ങ് നടക്കുന്നു, എല്ലാവരും സഹകരിക്കണ്ടേ എന്ന ബോധത്തിൽ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു വിവാഹമോ ഉത്സവമോ നടക്കുമ്പോൾ എല്ലാവരും സഹകരിക്കുന്ന പോലെ എല്ലാവരും ഈ പരിപാടിയിലുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ വലിയൊരു ആഘോഷമൊക്കെ നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മാറ്റം പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്നേ ഇല്ല. ഇതെങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു മാജിക്ക്? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീണ്ടും കേന്ദ്രം കൂടുതൽ നമ്മൾ ഇറക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നടക്കുക എന്നുള്ളത് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് അവരുടെ കലാരംഗത്തെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റുക, ഇതുപോലെ കാര്യങ്ങൾ, അതൊന്നും ഒരിക്കലും ബാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടേ ഇല്ല, ഒരു സമയത്തും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കൊല്ലത്തേക്ക് ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷം വന്നിരിക്കുന്നു. പിള്ളേരോട് പറയാനുള്ള എന്താ ഈ കൊല്ലം കലോത്സവം? ഇത് ഏറ്റവും നല്ല അവസരമാണ്, ഏറ്റവും നല്ല ടീമാണ്, ഏറ്റവും നല്ല അവസരമാണ്. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഇത്. അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ഇതിനകത്ത് പങ്കെടുക്കുക, ആസ്വദിച്ച്. കാരണം ഇത് പങ്കെടുക്കുക എന്നുള്ളത് റയറായ ഒരു ചാൻസാണ്. എത്ര ലക്ഷം കുട്ടികളിൽ നിന്നാണ് ഇത്രയും കുട്ടികൾക്ക് വരാൻ പറ്റുന്നത്? അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവസരമാണ്. നാടിന്റെ മുന്നിൽ അവർ സന്തോഷത്തോടെ ഈ കാര്യങ്ങളിൽ പങ്കാളികളാവുക, ഭാവിയിലേക്ക് നന്നായി പോവുക. മനസ്സിലായി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ഇന്നലെ മുതൽ അതിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രതികരണം ഉണ്ടോ? പ്രധാനമന്ത്രി ഇന്നലെ വന്നത്, അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടാണ് വന്നതെങ്കിലും BJP നേതാവ് എന്ന നിലയിലല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയം അങ്ങേയറ്റം നാടിനെ ബാധിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം നാട്ടിലെ വർഗീയത വളർത്തുന്ന, തൊഴിലില്ലായ്മ, അത്തരം കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ലാത്തതാണ്. ആ കാര്യമാണ്. കലോത്സവത്തിന്റെ ആഘോഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റു കുറയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പക്ഷേ അതൊരു തരത്തിലും ഇതിന് ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് ധനകാര്യമന്ത്രിയും പറഞ്ഞു വെക്കുന്നത്. രഞ്ജിത്ത് മോഹനൊപ്പം, എബി ജോൺ തോമസ്, ടീം കേരള വിഷൻ.